guys, welcome back to my new video. Guys, അല്ല ഇതിപ്പം തണ്ടേ അതൊന്നും ഇരാട്ടെ. ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോണ ഗെയിമില്ലേ, മറ്റേ റാലി ഹൊറൈസൺ കേട്ടോ. ഇത് പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മൾ സൂപ്പർ വെച്ചാണ് റേസ് ചെയ്തത്. ഇന്നത്തെ റേസ് പക്ഷേ നമ്മൾ സൂപ്പറല്ല എടുക്കാൻ പോണേ, വേറൊരു കാർ എടുക്കാൻ പോണേ. അതേതാന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണ്ട, ഞാൻ കാണിച്ചു തരാം. അതാണ് ഇത് പോയെ, ഇതാണ് ആ കാറ്. നമ്മൾ ഇന്ന് GTR വെച്ചാണ് ഗൈസ് കളിക്കാൻ പോകണം കേട്ടോ. നമുക്കപ്പോൾ GTR എടുത്ത് കളിക്കാൻ പോവാം. നിസാസ് GTR അതൊന്നും വേണ്ട ഗൈസ്. നമുക്കിനി വേൾഡ് ടൂർ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. മൗണ്ടനായ ഗൈസ്, ഡെസേർട്ട് കഴിഞ്ഞ കേട്ടോ, മൗണ്ടനായി. ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഓർത്തില്ല ഗൈസ്. ഇതെന്ത് സൗണ്ട് കൂടണ്ട ഗൈസ്. റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. 3, 2, 1 ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം പടച്ചുവിടാട്ടോ, ഒന്നും നോക്കണ്ട. ഇവന്മാർ നല്ല സ്പീഡ് ഓടിക്കുക. മാറി നിൽക്കണം അങ്ങോട്ട്, ഞാനിപ്പോൾ നിങ്ങളെ ഓവർടേക്ക് ചെയ്യും. ചുമ്മാ സഡൻ ചവിട്ടിക്കൊണ്ടിരിക്കും പലരും. സഡനൊന്നും എനിക്ക് ചവിട്ടണ്ട, കാരണം എൻ്റെ വണ്ടിക്ക് നല്ല പവറാണ്. ഒരു മിനിറ്റ് ഗൈസ്, ഇത് മറ്റേ വണ്ടിയല്ലേ BMW. ഗൈസ്, നമുക്ക് ഈ വണ്ടീനെ ഓവർടേക്ക് ചെയ്യണം. ഞാനും അങ്ങോട്ട് ഗൈസ് പോണേ. അതിപ്പോൾ നേരാട്ടെ. ഗൈസ്, അങ്ങനെ ആ വണ്ടീനെ ഇടിച്ച് ഞാനൊരു സൈഡിലോട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതിനെക്കാട്ടും വലിയ വണ്ടിയായിരുന്നെങ്കിൽ നമുക്ക് ഇടിച്ച് അപ്പുറത്തെ പറമ്പിടായിരുന്നു. പക്ഷെ എൻ്റെ പൊന്നീ BMW എന്തൊരു കാണിക്കാതെ. ഇവനെന്താ വിചാരിക്കണേ? ഇവൻ എന്നെ സുഖമായിട്ട് തട്ടിയിടാന്നാണോ അവൻ്റെ വിചാരം? നടക്കത്തില്ലടാ, നടക്കത്തില്ല. ഞാൻ ഇന്ന് സഡൻ ചവിട്ടി പൊടച്ചു. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ റേസിൻ്റെ ഫൈനൽ ലാപ്പും കൂടി കംപ്ലീറ്റ് ചെയ്തേക്കുക. ഇനി ഈ ഫൈനൽ ലാപ്പും കൂടിയേ ഉള്ളൂ. ഇനി അതും കൂടി കഴിച്ച പിന്നെ അതും കൂടി എന്തോ ഗൈസ് കളിച്ചാലേ നമ്മൾ റേസിന് ഫസ്റ്റ് അടിക്കും. ഇത് പിന്നെ 300 വരെയൊക്കെ പോകട്ടെ, അത്രയ്ക്ക് പവർഫുൾ വണ്ടിയാണ്. ഇറക്കത്തിലേ ഉള്ളൂ, അത് നല്ല സ്പീഡിൽ പോവും. ഇവിടെ വെച്ച് ഗൈസ് അത് ഇനിയിപ്പോൾ 200 പറ്റത്തില്ല. 240 തന്നെ കയറിപ്പോയി ഗൈസ്. അങ്ങനെ നമ്മളെ എങ്ങനെയൊക്കെയോ ആദ്യത്തെ റേസ് കംപ്ലീറ്റ് ചെയ്തോട്ടോ. അടുത്ത റേസിന് നമുക്ക് എങ്ങനത്തെ ടൈപ്പ് വണ്ടിയൊക്കെ എടുക്കാം, അതിപ്പോൾ ഒന്നും വിഷയമില്ല ഗൈസ്. നമുക്ക് പോവാം ഗൈസ്. നമുക്ക് പിന്നെ ക്ലീൻ ഡ്രൈവ് എന്ന് പറഞ്ഞൊക്കെ കിട്ടി, പിന്നെ ഓൾവേസ് ഫസ്റ്റും കിട്ടി ഗൈസ്. ഇനി നമുക്ക് നെക്സ്റ്റ് റേസിൽ പോവാം. അതിലേത് വണ്ടി ആയിരിക്കും അവൈലബിൾ ഗൈസ്? അതിൽ ചിലപ്പോഴേ ഈ ടൈപ്പ് വണ്ടി അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൈസ്, ഇതൊരു അവൈലബിൾ ആട്ടോ. നമ്മുടെ വണ്ടി ഏതാണെന്ന് ഓർമ്മയില്ല. ഒരു മിനിറ്റ് ഗൈസ്, ഇത് മറ്റേ ഡ്രിഫ്റ്റ് റേസ് കേട്ടോ. ഡ്രിഫ്റ്റ് മൗണ്ടന് പണി കിട്ടി കേട്ടോ, പണിയായി നമുക്കപ്പോൾ പണി കിട്ടി ഗൈസ്. അപ്പോൾ പടച്ചോടാ, ലെറ്റ്സ് ഗോ GTR. അങ്ങനെ ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ഡ്രിഫ്റ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഇവിടെ നല്ലോണം ബലം കൊടുക്കാം ഗൈസ്. പിന്നെ ഡ്രിഫ്റ്റ് റേസിൽ നമുക്ക് ഓൾവേസ് ഡ്രിഫ്റ്റ് അടിക്കണം കേട്ടോ. എപ്പോഴും ഡ്രിഫ്റ്റ് അടിച്ചാലേ ഉള്ളൂ നമുക്ക് റിവാർഡ് കിട്ടുള്ളൂ. ഇപ്പോഴും 4th പൊസിഷനാണ്, 3rd പോലും ആയിട്ടില്ല. അതല്ലേലും അങ്ങനെ പെട്ടെന്നൊന്നും ആവത്തില്ലേ. ഞാൻ പിന്നെ ഗൈസ് നല്ലോണം ഡ്രിഫ്റ്റ് അടിക്കുക കേട്ടോ. ആകെ 30% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, ഇനിയുണ്ട് കംപ്ലീറ്റ് ആവാൻ. എൻ്റെ അമ്മ ഇതെന്ത് ഇടിക്കണം നിസാൻ GTR. ഞാൻ വിചാരിച്ച് നിസാൻ GTR അധികം ഇടിയൊന്നും ഇടിക്കത്തില്ലെന്ന്. അതല്ലേലും ഗൈസ് അത് അങ്ങനെയാ ഗൈസ്. ഇപ്പോഴാണ് ഗൈസ് അങ്ങോട്ട് 3rd പൊസിഷനായത് കേട്ടോ. ഇപ്പം എന്തെങ്കിലും ആട്ടെ ഗൈസ്, നമുക്ക് പോവാം കേട്ടോ. ഇല്ലെങ്കിലേ ഇപ്പം നമ്മൾ സെക്കൻഡ് തന്നെ അടിക്കും. ഡ്രിഫ്റ്റ് അടിച്ച് മുന്നോട്ട് നീങ്ങാം. ജസ്റ്റ് മിസ്. ഗൈസ്, ജസ്റ്റ് മിസ് കേട്ടോ. ഇപ്പം അടിയിൽ പോകണ്ടായിരുന്നു. ഞാൻ പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് ഒരിക്കലും പോകത്തില്ല.
അത് വേറൊരു കാര്യം. ഓ ഗായ്സ് എല്ലാവരും ഏക്ക വെക്കുന്നുണ്ട് നല്ലോണം. ഓ ഗായ്സ് ഇപ്പോൾ സെക്കൻഡ് പൊസിഷനായി. ഓ 70% കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സുഖമായിട്ട് ഇനി ജയിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ വിഷയമല്ല ഗൈസ്, നമുക്ക് നല്ലോണം ഫസ്റ്റ് അടിക്കാനല്ലേ എപ്പോഴും നോക്കണ്ടേ ഗൈസ്. എല്ലാ റേസിനും നമ്മൾ ഫസ്റ്റ്. പിന്നെ ഇത് റേസിന് പാർട്ട് 2 അത് ഓർത്ത് വെച്ചോളാം. ഇന്ന് പിന്നെ നമ്മൾ GTR വെച്ച റേസ് കളിക്കണം. എൻ്റെ അമ്മച്ചി നൈസായിട്ട് വണ്ടിയൊന്ന് ഇടിച്ച് ഗൈസ്. ഇപ്പോൾ ഫസ്റ്റ് അടിച്ചേട്ടോ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ. കണ്ട ഗൈസ് എൻ്റെ ഡ്രിഫ്റ്റ്. ഞാൻ എപ്പോഴും ഡ്രിഫ്റ്റ് അടിച്ചോണ്ടോ ഫസ്റ്റ് അടിക്കുന്നത്. അതിപ്പോൾ വിഷയമല്ല, നമുക്ക് ഡ്രിഫ്റ്റ് അടിച്ചോണ്ട് ഫസ്റ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പോവാം ഗൈസ്. ഗ്രേറ്റ് മേക്ക് ദിസ് റേസ് ഗ്രേറ്റ്. മേക്ക് ദിസ് ഗ്രേറ്റ്. മേക്ക് ഗൈസ്. അപ്പോൾ നമുക്ക് ലക്കി സ്ക്രാച്ച് ചെയ്യാം ഗൈസ്. അങ്ങനെ മൊത്തം സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ അടുത്ത റേസിൽ എങ്ങനത്തെ ടൈപ്പ് വണ്ടി ആയിരിക്കും വേണ്ട. നമ്മൾ തന്നെയാണെങ്കിൽ A ടൈപ്പ് വണ്ടി എടുത്തേക്കണേ. അടുത്ത റേസിൽ ചിലപ്പോൾ അടുത്ത റേസിൽ പിന്നെ ഇത് പറ്റത്തില്ല ഗൈസ്. X ടൈപ്പേ ഉള്ളൂ പറ്റുള്ളൂ. നമുക്ക് മാറ്റാം ഗൈസ്. ഈ പ്രാവശ്യം ഈ വണ്ടി എടുക്കണോ ഗൈസ്? സമുരായി വേണ്ട ഗൈസ്, എവറേജ് എടുക്കാം നമുക്ക്. ഈ വണ്ടിയെ ഈ വണ്ടിയുടെ വേറെ വല്ല മോഡൽ കിട്ടുക. ഓക്കെ, ഈ വണ്ടിയുടെ ടേണിങ് നോക്കാം. എവർ റേഞ്ച് കണ്ട ഗൈസ്. ഇതിൽ ഓൾ ക്ലാസ് കാർ സ്റ്റോറി പോയി നോക്കി നോക്കാം. എനിക്ക് പിന്നെ റെയർ മോഡൽ കിട്ടണം. ഷോ കസ്റ്റംസ് ഇത് കിട്ടിയാൽ മതിയോ ഗൈസ്? നമുക്ക് പിന്നെ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് വാങ്ങിച്ചാലോ? ഇതിനെക്കാട്ട് പവർ കൂടിയായത് അല്ല, ഇതിനെക്കാട്ട് പവർ കൂടിയല്ലേ ഇത്. അപ്പോൾ ഇത് ഏത് വാങ്ങിക്കണം ഗൈസ്? ഇത് വാങ്ങിച്ചാലോ? ഇതല്ലേ എനിക്ക് നല്ലത്. ഏറ്റവും നല്ല വണ്ടി ഇതാ. ഇതിനെക്കാട്ടും നല്ലതാണ് ഇത്. നമുക്കപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാം ഗൈസ്. അങ്ങനെ ഈ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഈ കാണുന്ന വണ്ടി അങ്ങ് എടുക്കാം. ഇത് പിന്നെ കുറച്ചുകൂടെ റെയർ വണ്ടിയാണ്. ഇതിനെക്കാട്ടും റെയർ ഇത് പിന്നെ കുറച്ചുകൂടെ പവർഫുള്ളും ആയിരിക്കും. അത് നമുക്കറിയാൻ പറ്റത്തില്ല ഗൈസ്. ഞാൻ പിന്നെ അങ്ങനെ അങ്ങ് B ടൈപ്പ് ഒന്നും എടുക്കത്തില്ല കേട്ടോ. B ടൈപ്പ് ഒത്തിരി റെയർ കിട്ടുവാണെങ്കിലോ ഉള്ള എടുക്കുള്ളൂ ഗൈസ്. പിന്നെ നമുക്ക് ഈ റേസൊക്കെ എനിക്ക് അവസാനിക്കാൻ നോക്കണം. ഓ ഗൈസ്, അയ്യോ ആക്സിഡൻറ്റ് ചോട്ട്. ഓ അവരൊക്കെ ബഗ്ഗി ഹൈലക്സും ഒക്കെ ഗൈസ് കൊണ്ടുവന്നേക്കണം. ഞാൻ മാത്രം ഇതാണ്. ഒരാളും ബഗ്ഗിയാണ് കൊണ്ടുവന്നേക്കുന്നത്. ബാക്കി രണ്ടുപേര് ഇതാ കൊണ്ടുവന്നേക്കണം. ഏതാ ഹൈലക്സ്, നമ്മുടെ സമുരായിയുടെ വണ്ടി. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. മാറിക്കണ സമുരായിയെ മാറണം ഗൈസ്. നിങ്ങളവനെ ശ്രദ്ധിച്ചാ? നമ്മളവനെ ഇടിച്ചപ്പോഴേ അവനെ പുറകുവശം അങ്ങ് മുങ്ങിപ്പോയി. ഗൈസ് ഞാൻ റിവൈൻഡ് അടിച്ച് കാണിച്ചു തരാം. ഞാനേ ഇപ്പം ഇവിടുന്ന് റിപ്ലൈ ഇങ്ങനെ പതുക്കെ കാണിക്കാം. കണ്ട ഗൈസ് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവനെ ഒറ്റ ഇടിച്ചപ്പോൾ കണ്ട ഗൈസ് അവൻ പൊങ്ങിപ്പോയേ. അതാപ്പം ഉണ്ടായേ. ഈ ഗൈസ് അങ്ങ് പിടിച്ചോടാ. അവന്മാരില്ലെങ്കിലേ കയറി വിടും. അവന്മാർ അത്രയ്ക്ക് അഹങ്കാരമുള്ളവരാ. അയ്യോ ഞാൻ പറഞ്ഞില്ല ഗൈസ്. ഡാരിൽ അവൻ ഇപ്പോൾ പിന്നെ മറിഞ്ഞു വീണേനെ. ഈ വണ്ടിക്ക് എന്താണാവോ ഇത്ര ശക്തി? ഒരു വണ്ടിയിട്ട് ഇടിക്കുമ്പോഴേ തന്നെ അത് മറിഞ്ഞു പോവുക. എന്നാവോ? ബ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് പിടിക്കണം കേട്ടോ. ഹാൻഡ് ബ്രേക്കോ പിടിച്ചാൽ മതി. അതിപ്പോൾ വിഷയമില്ല. ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല വലിയ. ഹാൻഡ് ബ്രേക്ക് പിടിച്ചാൽ പെട്ടെന്നടുത്ത് സ്പീഡ് കുറയട്ടോ. ഹാൻഡ് ബ്രേക്കും വെറും ബ്രേക്ക് ചവിട്ടിയാലും സ്പീഡ് തന്നെ കുറയും ഗൈസ്. നമ്മൾ ഈ റേസിൽ ഫസ്റ്റ് അടിക്കാറായി കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ പുറകിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മളൊക്കെ കയറ്റിയൊക്കെ വിട്ട്. അതല്ലേലും അങ്ങനെ ഗൈസ്. നമുക്ക് എങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ നമ്മളൊക്കെ അങ്ങ് കയറ്റി വിടും അല്ലേ ഗൈസ്. പിന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടോ. മാത്രമല്ല ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ എനിക്ക് ഓരോ റേസിനും ഓരോ ചാനലും ഇങ്ങനെ മുന്നോട്ട് നീക്കാൻ പറ്റുള്ളൂ. ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട് ഇപ്പോൾ തൊട്ട്. എല്ലാം ചെയ്യണേ, ഞാൻ എല്ലാ വീഡിയോയിലും ഇടുന്നതോറും നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് പിന്നെ പാർട്ട് 2 ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ പല റേസിലും ഫസ്റ്റ് അടിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ നോക്കെന്താ ചെയ്യണ്ട, ഇനിയാ ഗരേജിൽ പോയാലോ? ഗരേജിൽ പോയിട്ട് വേറെ വല്ലോ ടൂർണമെൻറ്റ് പോലത്തെ കളിയണ്ട, എന്നാൽ അതൊന്ന് കളിച്ച് നോക്കാം ഗൈസ്. ഒരു മിനിറ്റ്, പസിൽസ് ഉണ്ടോ? ഗൈസ് പസിൽസ് ഇല്ല. പസിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇതിൽ ബി ടൈപ്പ് വണ്ടി ഇതാക്കപ്പോൾ ഈ വണ്ടി എടുത്താലോ ഗൈസ്? ബി ടൈപ്പ് ഈ വണ്ടി, ഇത് വോക്സ് വാഗണിൻ്റെ വണ്ടിയാണ്. ഡബ്ല്യു വാഗൺ ഗോൾഫ് വോക്സ് വാഗണ ഗൈസ്. നോക്കുമ്പോൾ ഇതെടുക്കാം. ഇത് നൈസ് വണ്ടി കേട്ടോ. അല്ല ഗൈസ്, നമ്മളെ വോക്സ് വാഗൺ എന്തിനും എടുക്കണേ? നമ്മൾ GTR വെച്ചല്ലേ റേസ് കളിക്കാൻ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിൽ ടൈപ്പ് പറ്റും. പക്ഷെ ഞാൻ വിചാരിച്ചത് എക്സ്ട്രൈപ്പ് അത് നമുക്കെല്ലാം സ്കിപ്പ് ചെയ്യാം ഗൈസ്. അങ്ങനെ ഗൈസ് നമുക്കപ്പോൾ പൊടച്ചങ്ങോട്ട് വിടാം ഗൈസ്. അങ്ങനെ യാന്ന് വിഷയല്ല. എൻ്റെ അമ്മച്ചി നൈസായിട്ട് ആദ്യമേ തന്നെ പോയി. ഇതെന്തുട്ടോ ഗൈസ് വണ്ടി? ഇതെന്തു എങ്ങോട്ടൊക്കെ ഗൈസ് പോണേ ഒന്നും മനസ്സിലാവണില്ല. ഇപ്പം എല്ലായിടത്തോട്ടും ചുമ്മാ അങ്ങ് കയറി പോവുക. അങ്ങനെ ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. ഇത് എന്തുട്ട് വണ്ടിയാ ഗൈസ്? നിസാൻ GTR ഇങ്ങനെയൊക്കെ പോകുന്ന പ്രതീക്ഷിച്ചില്ല. ഇല്ല, ഓരോ നേരത്തും പോയി ഇടിക്കുക. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ചെറിയ കുറുക്ക് വഴി ആയണ്ട. ഇത് കണ്ടില്ലേ? നമുക്ക് പിന്നെ വണ്ടി നൈസായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ടോ കേട്ടോ, അതിപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഈ നിസാൻ GTR എന്ന് പറയുന്ന വണ്ടി നൈസ് കാറാട്ടോ, രക്ഷയില്ല. BMW ഏറ്റവും റയറസ്റ്റ്. അയ്യോ, പക്ഷേ ഈ സാധനം എന്താ ഞാൻ എപ്പോഴും മിസ്സാക്കണേ? ഓക്കെ, ഫൺ പ്ലെയർ. ഇതെന്ത് ഇൻ്റർനെറ്റ് കണക്ഷനൊന്നും വേണ്ട. ഗൈസ് അങ്ങനെ നമ്മൾ ഗൈസ് നമുക്ക് ഇതുവഴിക്കിട്ട് പൊക്കോണ്ടിരിക്കാം. ഗൈസ് ആണെങ്കിൽ ഞാൻ ഡ്രിഫ്റ്റ് അടിച്ച് മടുത്ത കേട്ടോ. ഇത്ര ഡ്രിഫ്റ്റ് അടിക്കാൻ പറയണ്ട നേരത്തെ. ഡ്രിഫ്റ്റ് അടിച്ച് കഴിയുന്നത് ഡ്രിഫ്റ്റ് അടിക്കാൻ ഇത്ര ഉള്ള എന്തെങ്കി പറയണം. ഗൈസ് ഇതെന്തത് ഡ്രിഫ്റ്റ് റേസ്? ഇത് സ്റ്റണ്ട് റേസ് ആട്ടോ, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓരോ നേരത്തെ ഡ്രിഫ്റ്റ് അടിക്കണം. ഡ്രിഫ്റ്റ് അടിക്കുന്ന ഗൈസ് ഏറ്റവും പാടാട്ടോ, അതാ ഏറ്റവും വലിയ സംഭവം. ഗൈസ് കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ ഡ്രിഫ്റ്റ് അടിച്ചു കഴിഞ്ഞില്ലേ? ഇനിയും കഴിയും. ഓക്കെ ഗൈസ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഞാൻ പടച്ചു വിടാം. ഗൈസ് ഡ്രിഫ്റ്റ് പിന്നെ അടിക്കുന്നുണ്ട്, പക്ഷെ അടിച്ചിട്ട് കാര്യമില്ല, നേരെ ഇടിച്ച് കയറുന്നുണ്ട്. നമ്മച്ചേ നല്ല ഇടിയായി പോയി. ഗൈസ് പതുക്കെ ബ്രേക്ക് അവിടെ. ഗൈസ് ഇത് എന്തുട്ടോ വണ്ടിയാ? ഇത് എനിക്ക് ഇവിടെ വെച്ച് വരിക്ക് ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റുന്നില്ല വണ്ടി. ഞാൻ പിന്നെ പ്രോ ഡ്രൈവറാണ്, പക്ഷേ ചിലയിടത്ത് വെച്ച് ഞാൻ ന്യൂബായി പോകും. അതെനിക്കെന്താ അത് മനസ്സിലായിട്ടുമില്ല. ഗൈസ് തരി പോയി. നമുക്ക് റിവേഴ്സ് ഗിയർ ഇടാം, പടച്ചങ്ങോട്ട് ഡ്രിഫ്റ്റ് അടിച്ച് കയറ്റിയിടാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഫിനിഷ് ചെയ്തേക്കോട്ടെ. അങ്ങനെ ആ റേസ് ഫിനിഷ് ചെയ്ത്. അപ്പോൾ ഗൈസ് ഇതാണല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോയ്ക്കാണ്. എല്ലാവർക്കും ഗുഡ് ബൈ. പിന്നെ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ കാര്യമൊക്കെ മറക്കരുത്. എല്ലാവർക്കും കമൻറ്റും ചെയ്യണം, ഷെയർ ചെയ്യണം എനിക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയ്ക്കാണ്. എല്ലാവർക്കും ഗുഡ് ബൈ. നിങ്ങൾ പിന്നെ ലൈക്ക് അടിച്ചാലേ ഉള്ളൂ എൻ്റെ വണ്ടിക്ക് കൂടുതൽ ശക്തി കിട്ടുള്ളൂ. പിന്നെ അധികം ഇടിക്കാതിരിക്കുവേ, അതൊരു കാര്യം.